യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വിതയ്ക്കുവാൻ പുറപ്പെട്ട കൃഷിക്കാരൻ്റെ ഉപമയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ഉപമകളിലൂടെ പല കാര്യങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചുവല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അതിലുള്ളതായ സാധന പാഠങ്ങൾ ഞങ്ങളുടെ ആത്മീയജീവിതത്തിന് ഉതകുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയരെ, കർത്താവ് ഉപമകളിലൂടെ സംസാരത്തിനെക്കുറിച്ച് നാം പഠിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പാൻ പോകുന്നത് വിതയ്ക്കുവാൻ പുറപ്പെട്ട കൃഷിക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ്. അത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു താൻ നിന്നതായ സ്ഥലത്ത് നിന്ന് ഒരു കുന്നിൻ്റെ ചരിവിൽ നിന്നുകൊണ്ടാണ് ഇത് താൻ പഠിപ്പിക്കുന്നത്. മുൻപോട്ടിങ്ങനെ നോക്കിയപ്പോൾ അവിടെങ്ങളിലായിട്ട് കൃഷിക്കാർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിൽക്കുന്നതായിട്ട് താൻ ദർശിക്കുകയുണ്ടായി. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൽ ദൈവരാജ്യം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചോദ്യം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞതായ ഉപമയാണ് ഇത്. അത് നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അത് എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ചിന്തിക്കാം. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നു അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിന് താഴ്ചയിലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു എന്ന് താൻ പറയുകയുണ്ടായി. ഈ പറയപ്പെട്ടതായ വചനങ്ങളിൽ നാം എന്താണ് വായിക്കുന്നത്? അവരുടെ ഹൃദയങ്ങൾ ദൈവികമായ സത്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ അവരോട് പറഞ്ഞത്. കാരണം അനവധിയായ സയൻസ്, പ്രത്യേകിച്ച് പറയുമ്പോൾ അത്ഭുതങ്ങളൊക്കെയും ചെയ്ത് കാട്ടുവാൻ തക്കവണ്ണം ഉള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രാജ്യം എപ്രകാരമുള്ളതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെയും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ അവരോട് പറഞ്ഞത്. പ്രത്യേകിച്ച് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നുവോ എന്നറിയും. ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെയും ഗ്രഹിച്ച് അത് മനസ്സിലാക്കി ജീവിക്കാനുള്ളതായ ഒരു താല്പര്യത്തിലേക്കാണ് അവരെ യേശു ക്രിസ്തു നയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ നമുക്കറിയാം, കിഴക്കുള്ളതായ ദേശത്ത് കൃഷിക്കാരൊക്കെയും അവരുടെ പാടങ്ങളൊക്കെയും പുറത്താണ്. എന്നാൽ അവർ താമസിക്കുന്നത് നഗരപരിധിയിൽ എല്ലാവരും ഒരു വീടുകൾ വെച്ച് താമസിക്കുന്നതായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്നാൽ അവർക്ക് പലപ്പോഴും അവരുടെ പുറത്തു പോയാൽ അവർ ആക്രമണത്തിന് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് അനവധിയായ പ്രയാസങ്ങളൊക്കെയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയെ കൃഷിക്കാരൻ്റെ കൃഷി ചെയ്യുന്നതായ നടപടിയിലേക്ക് ഏർപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അവരോട് ഈ ഉപമ പറഞ്ഞത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടതായ ആവശ്യമുണ്ട്. കാരണം ദൈവം അവരെ ഏർപ്പെടുത്തിയത് സുവിശേഷ ദൂത് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയാണ്. സുവിശേഷ ദൂത് അറിയിക്കുവാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്ന് പഴയകാല ചരിത്രത്തിൽ നമുക്ക് പഠിപ്പാനൊക്കെ കൊണ്ട് സാധിക്കും. നമുക്കറിയാം, ഏബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏബ്രഹാം കൽദയരുടെ നാടായ ഊർ ദേശത്ത് താമസിച്ചിരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ദൈവം അവനോട് പറഞ്ഞു, നീ
കനാൻ ദേശത്തേക്ക് പോകാൻ തക്കവണ്ണം. അപ്പോൾ പോകാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. അവിടെ പോയി അനവധിയായ സമ്പത്തുണ്ടാകുവാൻ, അത് ഒരു വലിയ സമ്പന്നനായിരുന്നു എന്ന് നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ലായിരുന്നു. അതെ, അവിടെ സുവിശേഷത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഞാൻ പ്രകാരം വായിക്കുന്നു. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് പോവുക. അത് പറയുമ്പോൾ എന്തുകൊണ്ട് തൻ്റെ ചർച്ചക്കാരിൽ നിന്നും തൻ്റെ പിതൃഭവനിൽ നിന്നും വിട്ടുപോരുവാണ്ടക്കോണം താൻ ഇടയായിത്തീർന്നു മറ്റൊന്നിനുമല്ല, ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട്, ദൈവികമായ ജീവിത നിലവാരം മറ്റുള്ള മുൻപാകെ കാഴ്ച വയ്ക്കുന്നതിന് വേണ്ടിയാണ് എബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അങ്ങനെ എബ്രഹാമിൻ്റെ ചരിത്രം നാം പിന്നീട് പഠിക്കുമ്പോൾ അത് എബ്രഹാം തനിക്ക് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലും അറിയാൻ പാടില്ലാത്തതായ ദേശത്ത് പോയി അവിടെ പോയി താമസിച്ചു. അങ്ങനെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷീകരിപ്പാണ്ടൊക്കെയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അത് ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷിയായിട്ട് ജീവിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. കാരണം ദൈവത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം അബ്രഹാം തീരുമാനിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനം, ദൈവം നൽകിയതായ കാര്യങ്ങളൊക്കെയും മറ്റുള്ള മുമ്പാകെ കൊടുക്കുവാൻ തക്കവണ്ണം. അപ്പോൾ അതുപോലെ തന്നെ നാം വീണ്ടും അപ്പോസ്തലനായ പൗലിനെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 22-21 വാക്യം ഞാൻ വായിക്കുകയാണ്. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് അതേ താൻ ജാതികളുടെ ഒരു അപ്പോസ്തലനായി തീരുവാണ്ടൊക്കെ തീർന്നു. അതെ, വേദപുസ്തകത്തിൽ താൻ 3 പ്രാവശ്യം യൂറോപ്പിൽ ആകമാനമായിട്ട് സഞ്ചരിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും പോയി താൻ ചെയ്തത് എന്താണ്? ദൈവത്തിൻ്റെ ദൂത് മറ്റുള്ളവരുടെ മുൻപാകെ പ്രദർശിപ്പിക്കുകയായിരുന്നു, സാക്ഷിയായിട്ട് ജീവിക്കുകയായിരുന്നു. അതിന് മുഖാന്തരം അനവധിയായ സഭകൾ അനേക സ്ഥലങ്ങളിൽ ഉണ്ടായി എന്ന് വേദപുസ്തക ചരിത്രം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിലുള്ളതായ കാര്യം മറ്റൊന്നുമില്ലായിരുന്നു. അതെ, അവരെ ദൈവസത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ദൈവം വീണ്ടും നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം, അതിനെക്കുറിച്ച് പത്രോസ് 1:21 വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് കെടുന്ന ബീജത്താലല്ല, പിന്നെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. അപ്പോൾ ഈ ദൈവവചനമാണ് ഈ വിത്തുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ നശിക്കാത്തതായ നിലനിൽക്കുന്നതായ ജീവവചനം. അതിനെക്കുറിച്ച് വീണ്ടും അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് 6:63 ഞാൻ വായിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. വീണ്ടും അതേ അപ്പോസ്തലൻ 5:24 വായിക്കുന്നത്, എൻ്റെ വചനങ്ങളെ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഈ നിത്യജീവൻ പ്രാപിപ്പാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? തൻ്റെ വചനത്തെ നമുക്ക് നൽകിയത്. അപ്പോൾ ഈ വചനം വിതയ്ക്കുന്നതായ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ഉപമയിലൂടെ പ്രസ്താവിച്ചത്. അതെ, പ്രത്യേകിച്ച് യേശുക്രിസ്തു താൻ പ്രകാരം പറയുണ്ടായി. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 5:39 വായിക്കുന്നത്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നത് എന്ത്? തിരുവചനം. പ്രത്യേകിച്ച് പറയുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തിരുവചനത്തെക്കുറിച്ച് വീണ്ടും പഠിപ്പിക്കുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 24-27 ഞാൻ വായിക്കുന്നത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, 2 ശിഷ്യന്മാർ എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചു അടക്കി ഉയർത്തതായ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അവരതൊന്നും ലക്ഷ്യമാക്കാതെ അവരുടെ കാര്യത്തിന് വേണ്ടി എന്തോ പോയതായിരിക്കണം. പക്ഷേ ആ പോകുന്ന വഴിയിൽ തന്നോടൊപ്പം യേശുക്രിസ്തു ചേർന്ന് അവരോട് മോശ തുടങ്ങിയതായ പ്രവാചകന്മാരിലൂടെ എല്ലാം തന്നെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുത്തു.
അവർക്ക് വിരിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ആ സാഹചര്യത്തിൽ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയായിരുന്നു, എരിയുകയായിരുന്നു. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ വചനം അത് മായമില്ലാത്തതാണ്, അത് കെടാത്തതാണ്. അപ്പോൾ ആ ഒരു ദൈവിക വചനം ആണ് നമ്മുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിനും നിദാനമായി തീരേണ്ടത്. അത് നാം താഴോട്ട് വീണ്ടും പഠിക്കുമ്പോൾ, അതായത് ആ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടവൻ വിത്ത് വിതച്ചു. അതിൽ കുറേ വിത്തുകൾ എവിടെ വീണു? വഴിയരികെ വീണു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അത് പറവകൾ വന്ന് തിന്നു കളഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് വഴിയരികെയുള്ളവർ കേൾക്കുന്നുവെങ്കിലും അവർ വിശ്വസിച്ചു, രക്ഷിക്കപ്പെടാതിരിക്കാൻ തക്കവണ്ണം പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വചനം എടുത്തു കളഞ്ഞു. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വീണു, എന്നാൽ അതുടനെ തന്നെ പിശാച് വന്ന് അത് ഭൗമികമായ താല്പര്യങ്ങളാകട്ടെ, അത് എന്തെല്ലാം തരം താല്പര്യങ്ങളാകട്ടെ, അത് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. അത് അവർക്ക് നിത്യജീവന് ഉതകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. വീണ്ടും എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, എബ്രായ ലേഖനം 3:13, നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളുവീൻ. അത് നമുക്കറിയാം, നാം കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് നാം ഭൗമികമായ താല്പര്യത്തിൽ വിട്ടിട്ട്, അതായത് ദൈവത്തിൻ്റെ വരവ് ഇന്ന് അല്ലെങ്കിൽ ഇന്നാണ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി വചനത്തെ പഠിക്കുവാൻ തക്കവണ്ണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. കാരണം പിശാചായവൻ എന്തു ചെയ്യും? നമ്മെ ചതിപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള വഴികളൊക്കെയുമുണ്ട്. ആയതുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുക. അത് തരുന്നതായ പ്രാസംഗികരിൽ നിന്നൂടെ ശ്രവിക്കുന്നതായ കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് നാം ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ദൈവികമായി വളരണം എന്നാണ് ഇവിടെ പറയുന്നത്. വീണ്ടും അടുത്തായിട്ട് പറയുന്നത്, ചിലത് എന്ത് ചെയ്തു? പാറസ്ഥലത്ത് വീണു. അതെ, പാറസ്ഥലത്ത് വീണാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാം. അവിടെ പറയുന്നുണ്ട്, ഏറെ മണ്ണില്ലാതെ ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. എന്നാൽ സൂര്യൻ ഉദിച്ചാറേ ചൂട് തട്ടി അവയിൽ വേരില്ലായ കൊണ്ട് അത് ഉണങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, പാറമേൽ ഉള്ളതോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവനും എങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. നമുക്കറിയാം, ഈ ഭൗമിക ഒരു യഥാർത്ഥമായൊരു കാര്യമാണ്. പാറപ്പുറത്ത് വീണാൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. വേര് അത് മുളയ്ക്കുന്നു, വേര് താഴോട്ടിറങ്ങുമ്പോൾ അത് മണ്ണില്ല, ഏറെ മണ്ണില്ല. പിന്നെ ചൂട് വന്നു, വെയിൽ വന്നു, അതെന്ത് ചെയ്യുന്നു? ഉണങ്ങിപ്പോകുന്നു. അതുപോലെയാണ് ഭൗമികമായ പല കാര്യങ്ങൾ നാം നമ്മുടെ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് വളരുവാൻ തക്കമുള്ള ഒരു സാഹചര്യമില്ലാതെ അത് വാടിപ്പോകുന്നതായ, ഉണങ്ങിപ്പോകുന്നതായ ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ദൈവത്തിൻ്റെ വചനം അത് ആഴമായി വളരുവാൻ തക്കവണ്ണം അത് മണ്ണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അത് പലപ്പോഴും സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ വിപ്ലവമായിട്ട് അത് നാം കൈക്കൊള്ളുന്നു, പക്ഷേ അതിന് വേരില്ലാതെ, അതിന് താഴ്ചയില്ലാതെ, അത് വളരുവാനിടയാകാതെ തീരുന്നു, നന്നേക്കുന്നായി നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഈ ഭൗമികമായ നമ്മുടെ ഹൃദയം തടിച്ചൊരു ഹൃദയമായി മാറുകയാണ്. അതായത് നമ്മുടെ ഹൃദയം തടിച്ച ഹൃദയമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് നിലനിൽക്കുവാൻ കൊണ്ട് സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ സ്ഥലത്തിന് നല്ല നിലം, അതിനെക്കുറിച്ച് നാം താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവിത രീതി നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം അത് ആഴമായി വളരുവാൻ തക്കവണ്ണം അതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എന്താണ്? പിന്നീട് ഉള്ളതിനെക്കുറിച്ച് മറ്റ് ചിലത് എന്ത് ചെയ്തു? മുള്ളിനിടയിൽ വീണു എന്ന് നാം വായിക്കുന്നുണ്ട്. മുള്ളിനിടയിൽ വീണാൽ എന്താണ് സംഭവിക്കുന്നത്? മുള്ളു വന്ന് അവയെ അമർക്കുക അല്ലെങ്കിൽ അത് ഞെരുക്കിക്കൊള്ളുന്നു. എന്താണ് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പോൾ നല്ല ഫലം കായ്ക്കുന്നവരായി വേണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും അത് മുള്ളിനിടയിൽ വീണതുപോലെ ആയിത്തീരരുത്. മുള്ളിനിടയിൽ എന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ മറ്റനേക കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിൽ നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ അകറ്റുന്നുണ്ടോ, അതൊക്കെയും നമ്മെ മുള്ളിനിടയിൽ വീണ വിത്ത് മാതിരിയായിത്തീരും. അത് മുള്ളെന്ത് ചെയ്യും? ഈ വിത്ത് വളർന്നു വരുമ്പോൾ അത് ഞെരുക്കിക്കളയുകയാണ്. അപ്പോൾ അതിന് തലപൊക്കി അത് വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയില്ല. നമുക്കറിയാം, ചില ചെടികളൊക്കെയും വളരുമ്പോൾ
വലിയ മരങ്ങളുടെ ചായയിൽ വളരുന്ന ചെടിയാണെങ്കിൽ അത് കഴിയുന്നതും സൂര്യപ്രകാശം ലഭിക്കുവാൻ വേണ്ടി ചരിഞ്ഞ് മാറി മാറി വളഞ്ഞല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? അത് വളരുവാനുള്ളതായ സാഹചര്യം ഇല്ലാതാകുമ്പോൾ അതിൻ്റെ മാറ്റമാണ്. എന്നാൽ ഈ പറയപ്പെട്ടത് മുള്ളിനിടയിൽ വീണത് മുള്ളുകൾ വന്ന് ഞെരിക്കുന്നതായ സാഹചര്യത്തെക്കുറിച്ചാണ്. അതായത് പേയചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരായിത്തീരും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നാം വായിക്കുന്നത് എന്താണ്? 1 യോഹന്നാൻ 2:15-16 വാക്യത്തിൽ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് ഉള്ളത്രേ. അപ്പോൾ നമ്മെ ഈ ഭൂമിയിലേക്ക് ആകർഷിപ്പാൻ തക്കവണ്ണം അനവധിയായ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ജഡമോഹം. അത് ഞാൻ കൂടുതലായി വിവരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കറിയാം ഈ ഭൗമിക താല്പര്യത്തിൽ ഏതെല്ലാം കാഴ്ചകൾ നാം കാണുന്നുണ്ട് അതൊക്കെയും നമ്മെ ജഡമോഹത്തിലേക്ക് നയിക്കുന്നവരാണ്. അതുപോലെ കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ്? പിതാവിൽ നിന്നല്ല, പിന്നെയോ ലോകത്തിൽ നിന്നാണ്. ഇപ്പോൾ ലോകത്തിൽ നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം, ദൈവിക കാര്യത്തിൽ നമ്മെ വേർപിടിപ്പാൻ തക്കവണ്ണം, മാറ്റി നിൽക്കുവാൻ തക്കവണ്ണം അനവധിയായ കാര്യങ്ങളുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 21:34 ഞാൻ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതെ, നാം ജീവിച്ചിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൽ നമ്മെ അകറ്റുവാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. അതെ, അതിഭക്ഷണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നല്ല ആഹാരം കഴിക്കുന്ന, അല്ലെങ്കിൽ രുചികരമായ ആഹാരങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി എന്താണ് തത്രപ്പെട്ട് വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സർവീസിൽ പോവുകയാണ്. KFC അല്ലെങ്കിൽ അങ്ങനെ അനവധിയായ പുതിയ ട്രേഡ് മാർക്കുള്ള അനേക കാര്യങ്ങളുണ്ട്. അതൊക്കെയും വളരെ രുചികരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയും തിന്ന് കൊഴുത്ത് വരുവാൻ തക്കവണ്ണമുള്ളതായൊരു പ്രവണതയാണ്. അതുപോലെ തന്നെ മദ്യപാനം, അതിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെയും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ കുടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയും എന്താണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നെ ഉപജീവന ചിന്തകൾ, അതെ, ഉപജീവിപ്പാൻ വേണ്ടി അതെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നു. ഇന്നത്തെ കാലത്തെ പത്രം എടുത്ത് വായിക്കുകയാണെങ്കിൽ മനുഷ്യന് അത് ചെയ്തു, ഇത് ചെയ്തു, മോഷ്ടിച്ചു, മറ്റുള്ളവരെ കൊലപാതകം ചെയ്തു, വഞ്ചിച്ചു. അതെ, പ്രത്യേകിച്ച് പറയാമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ മുഖ്യന്മാരെ വരെ കൊടുക്കുവാണ്ടക്കമുള്ളതായ പ്രവണതയിലൂടെ മനുഷ്യന് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? അത് കണി പോലെ വരാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളണമെന്നാണ് ഇവിടെ തിരുവനന്തപുരത്ത് വായിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന് ധനവാനാകുവാണ്ടക്കൊണ്ടും എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പറയുമ്പോൾ തിമോത്തിയുടെ ലേഖനം 1 തിമോത്തി 6:9-10 ഞാൻ വായിക്കുന്നു, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങപ്പെടുകയും മനുഷ്യർ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്താണ്? സകല ദോഷത്തിന് മൂലമല്ലോ എന്ന് തിരുവചനം സാധിക്കുന്നുണ്ട്. അപ്പോൾ ദ്രവ്യം നല്ലതാണ്, പക്ഷെങ്കിൽ ദ്രവ്യാഗ്രഹം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി ഭൗമികമായ അനവധിയായ കാര്യങ്ങളിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതുകൊണ്ട് അതെ, തിരുവചനത്തിൽ നിന്നും നാം പഠിക്കുന്നത് അനവധിയായ കാര്യങ്ങളെ മുള്ളുകൾ വന്ന് ഞെരുക്കുന്നത് മാതിരി നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും, കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ തക്കവണ്ണമുള്ളതായ അനേക പ്രവണതകൾ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ നാം നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ, അവസാനമായി കർത്താവ് പറയുമ്പോൾ, അതേ, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയങ്ങൾ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവൻ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നല്ല നിലത്ത് വീണാൽ അതെന്താണ് സംഭവിക്കുന്നത്? അത് 100, 30, 60, 100 മേനിയായി വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതായത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, വിശ്വാസമുണ്ടായിരിക്കണം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുള്ളത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം മനസ്സിൽക്കുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് സങ്കീർത്തനം 40:8,
എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലിരിക്കുക. ഇനി വീണ്ടും പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 5:30 ഞാൻ വായിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ നീതിയുള്ളതാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടമല്ല, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. പിന്നെ അതുപോലെ വീണ്ടും ഞാൻ വായിക്കുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? മറ്റാരെക്കുറിച്ചുമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തു നടന്നതുപോലെ നാം ഈ ഭൂമിയിൽ നടക്കേണ്ടതാണ്. വീണ്ടും പറയുന്നത് എന്താണ്? യേശു പറയുന്നത് യോഹന്നാൻ 14:23 ഞാൻ വായിക്കുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന വചനം അത് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് അതെന്താണ്? അത് ഫലമുള്ളതായി തീരണമെന്നുണ്ടെങ്കിൽ നാം വിശ്വസിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കണം, വചനത്തിൽ ഉള്ളവൻ അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതെ, മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അതെന്താണ്? 100, 60, 30 മേനിയായി വിളഞ്ഞു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നാം ഓർത്ത് നോക്കുക, ഒരു മണി അത് നിലത്ത് വീണു, വളർന്നു, അതൊരു നല്ല ഒരു ചെടിയായി മാറി, അതിലെന്താണ്? ഫലമുണ്ടാകുകയാണ്. അത് 100, 60, 30 മേനിയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഉപമകളിലൂടെ പറഞ്ഞത്. ഭൗമികമായ താല്പര്യത്തെക്കാൾ ഉപരിയായിട്ട് ദൈവികമായ താല്പര്യങ്ങൾക്ക് നാം ദർശനം ചെയ്തുകൊണ്ട് അതെ കർത്താവ് വരുവാൻ പോകുന്നു, അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, അങ്ങനെ നല്ല ഫലമുള്ളവരായിട്ട് തീരുവാനൊക്കെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി കാഴ്ചവെച്ചിരിക്കുന്നതായ ഉപമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, അത് അടിയങ്ങളുടെ ജീവിതത്തിൽ നന്നായി വളരുവാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വീണ് 30, 60, 100 മേനി വളരുവാൻ കർത്താവ് സഹായിക്കണം. അവിടുത്തെ വരവിനായി ഒരുവൻ ഇടയാക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ അർപ്പിക്കുകയാണ്. കണിശമായിട്ടും ഈ വിഷയം നിങ്ങൾക്ക് നല്ല പാഠം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കൂടുതലായിട്ട് നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ആയതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതായ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. ആയതുപോലെ ഞങ്ങളുടെ പക്കൽ അനവധിയായ CD-കൾ, അനവധിയായ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നോണം ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ.